ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുതുകാട് വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണല്ലോ. കൂടാതെ ചില TV ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഈ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ വരെ ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായി ഗൗരവമായി വിശദീകരിക്കുന്നത് കാണുമ്പോൾ അന്തം വിട്ടിരിക്കാനേ കഴിയുന്നുള്ളൂ. ഞാൻ അവസാനമിട്ട വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബാക്കിയായി തന്നെ തുടങ്ങാം. മറുനാടൻ ചാനൽ സാജൻ സക്രിയയുടെ ചാനലിൽ മാത്രമാണ് ഈ മുതുകാടിന് ഫേവറായി ഒരു സംസാരം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ തന്നെ തുടങ്ങാം. മറുനാടൻ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായും മാജിക് പ്ലാനറ്റിലെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടി അവിടെ പോയി കുറേ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ലാസ്റ്റ് ദിവസം അവിടെ എടുത്ത വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അവിടുത്തെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി യൂറോപ്യൻ മലയാളികളുടെ സംഘടന സംഘടിപ്പിച്ച 23 ലക്ഷം രൂപയുടെ ചെക്ക് സാജൻ സക്രിയ മുതുകാടിന് കൈതപ്പുറം ദാമോദര നമ്പൂതിരി വഴി കൈമാറുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരിത്തിരി ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. 23 ലക്ഷം രൂപ ബ്രിട്ടനിലെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ സ്നേഹിക്കുന്ന മലയാളികൾ നൽകിയ പണമാണ്. തുക 23 ലക്ഷം രൂപ ഈ കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണ്ടി, എന്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കൈമാറുകയാണ്. വലിയ സ്വപ്നമാണ് ഗോപിയേട്ടൻ. എന്നെ ഞാൻ പദാർത്ഥനാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പോ ചിലരൊക്കെ ഗോപിയേട്ടനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് 23 ലക്ഷം രൂപ കൊണ്ട് കൈമാറാനുള്ള ദൗത്യം കിട്ടുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്ത് വിടുന്നവരാണ് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ. അതിനേക്കാൾ ദൈവം തെരഞ്ഞെടുത്ത് വിട്ട ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപിയേട്ടൻ. ഈ ചടങ്ങിൽ ഈ ഒരു ഘട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് നന്ദി, സന്തോഷം. സർവോപരി ഇവരോടൊപ്പം ഒന്നിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ ആ ചടങ്ങ് പോളേട്ടനുണ്ട്, സാറുണ്ട്, ഞാനത് കൈമാറുന്നു. അപ്പോൾ ഇനി ഇത് കാണുന്ന നിങ്ങൾ തന്നെ പറയൂ, 23 ലക്ഷം രൂപ ഈ വിവാദത്തിനിടയിൽ ഒന്നിനെയും ഭയക്കാത്ത, എല്ലാം വിളിച്ചു പറയുന്ന സാജൻ സക്രിയ എന്ന പത്രപ്രവർത്തകൻ ഒന്നും അറിയാതെ തിരക്കാതെ ഇത് 23 ലക്ഷം രൂപ കൈമാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന്, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. രണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മുതുകാടിൻ്റെ വീഡിയോയിൽ ഈ മുതുകാട് എന്ന മനുഷ്യൻ മജീഷ്യൻ എന്ന പേരിൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഇതിൻ്റെ ആദ്യ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മുതുകാട് എന്ന മജീഷ്യൻ ഇത്രയും വലിയൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുമൊക്കെ ഗൾഫിൽ കിടക്കുന്ന എനിക്കും അറിയില്ലായിരുന്നു. ഇത് അല്ലെങ്കിൽ അറിയാൻ സാധിച്ചത് അന്ന് ആദ്യമായി മുതുകാട് MA യൂസഫ് അലിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തത് കണ്ടപ്പോഴാണ്. അതായത് 1.5 കോടി രൂപയുടെ ചെക്ക് ഈ സ്ഥാപനത്തിന് യൂസഫ് അലി കൈമാറുന്നതും തുടർന്ന് വരുന്ന ഓരോ വർഷവും 1 കോടി രൂപ വീതവും അത് തൻ്റെ മരണശേഷം കൂടി തുടർന്ന് കിട്ടത്തക്ക വിധത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും യൂസഫ് അലി വേദിയിൽ വെച്ച് മുതുകാടിനോട് പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ വന്ന ശേഷമാണ് ശരിക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവരും യൂസഫ് അലിയുടെ ഈ സംഭാവനയെക്കുറിച്ചും മുതുകാടിൻ്റെ ഈ സ്ഥാപനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ എൻ്റെ കണക്കുകൂട്ടലിൽ ആ 1.5 കോടി രൂപ യൂസഫ് അലി സാർ മുതുകാടിന് കൈമാറിയത് മുതലാണ് ഈ വിവാദങ്ങളൊക്കെ സടകുടഞ്ഞെണീറ്റ് അലറാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു. അതുവരെ പരാതി പറഞ്ഞവരെല്ലാം ഒരു ഓലപ്പടക്കം പൊട്ടുന്നത് പോലെ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് ടോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1.5 കോടി വന്ന് വീണപ്പോഴാണ് ഈ പടക്കങ്ങളൊക്കെ ബോംബായി മാറിയത്. ഒരുപക്ഷെ ഈ 1.5 കോടി രൂപ യൂസഫ് അലി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ വിഷയമേ ആരും മിണ്ടില്ലായിരുന്നു എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു. ഈ വിഷയങ്ങളിൽ കൂടുതൽ പേർ എത്തിത്തുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം സാജൻ സക്രിയ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത്തിരി ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അനേകം ആർട്ടിക്കിളുകൾ, ലേഖനങ്ങൾ, ആരോപണങ്ങൾ, അഭിമുഖങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അവയൊക്കെ സസൂക്ഷ്മം കേട്ടവരോടും വായിച്ചവരോടും ഞാൻ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഈ വാരി വലിച്ച് പറയാതെ സ്പെസിഫിക് ആയി പറയൂ, മുതുകാടിന്റെ കുഴപ്പം എന്താണെന്ന്. ആദ്യം അവർ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ മുതുകാട് കണക്കുകൾ സഹിതം രംഗത്ത് വന്നതോടെ
അവരൊക്കെ പിന്മാറി. മുതുകാട് തന്റെ സ്വകാര്യ സ്വത്ത് പോലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചതും ഒരു നയാ പൈസ പോലും ഇതിൽ നിന്നല്ല, തന്റെ സ്വകാര്യ അധ്വാനത്തിൽ നിന്ന് പോലും എടുക്കുന്നില്ല എന്നും വ്യക്തമായതോടെ ആ വാദത്തിന്റെ മുനയൊടിഞ്ഞു. അപ്പോഴേക്കും ഭിന്നശേഷിക്കാരോടുള്ള മുതുകാടിന്റെ സമീപനം, മുതുകാടിന്റെ സെലക്ഷൻ പ്രോസസ്, ഇതൊക്കെയായി ആരോപണ കാരണം. ഇവരോടെല്ലാം എനിക്ക് ചോദിക്കാനുള്ളത്, വ്യക്തമായി പറയൂ, പുകമറ സൃഷ്ടിക്കാതെ മുതുകാട് എന്ത് കുഴപ്പം ചെയ്തു? മുതുകാടിന്റെ നിയമവിരുദ്ധ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ആർക്കുമൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോയിൽ സാജൻ സക്രിയ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്ന് 2-3 ദിവസമായി കാണുന്ന വീഡിയോകളിൽ കൂടി എനിക്കും തോന്നി തുടങ്ങി. കാരണം എന്ത് തെറ്റാണ് മുതുകാട് ചെയ്തതെന്നോ എന്ത് നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളതെന്നോ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ആരും തന്നെ പറയുന്നില്ല. പണമിടപാടിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നത് പോലെ മുതുകാട് അതിന് വ്യക്തമായ ഓഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞതോടുകൂടി ആ വിവാദവും കെട്ടടങ്ങി. അതിന് ഉത്തരമായി തന്നെ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം, പണമിടപാട് നടത്തുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നും പരാതി കൊടുക്കത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നു. ആരോപണം ഉന്നയിക്കുന്നത് 3 തരത്തിലുള്ളവരാണ്. ഒന്ന്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ. അവരുടെ പ്രശ്നം അറ്റൻഷൻ മുഴുവൻ മുതുകാടിന് കിട്ടുന്നു, സാമ്പത്തിക സഹായം മുഴുവൻ മുതുകാടിന് കിട്ടുന്നു, തങ്ങളും ഈ പണി ചെയ്തിട്ടും അതെന്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന അസൂയ മാത്രമാണ്. പറയുന്ന ഒരു കാര്യം, മുതുകാട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുപോയ കുട്ടികളോടും അമ്മമാരോടും ചൂടായി സംസാരിച്ചു എന്ന കാര്യമാണ്. തങ്ങളെ വളരെ മോശമായി സംസാരിച്ചു എന്ന് അമ്മമാർ മാത്രം പറയുന്ന ഒരു ഇഷ്യൂ ആണ് പിന്നെ പറയുന്നത്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മമാർ അത് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ഉയർത്തിക്കാട്ടുന്നത്. അത് പരാതി കൊടുക്കത്തക്കവണ്ണം ഇല്ലെന്നും പറയുന്നുണ്ട്. പത്രസമ്മേളനം നടത്തിയ ഷാഹിബ് പറയുന്നത് മുതുകാടിന്റെ സ്ഥാപനം പൂട്ടിക്കണം എന്നൊന്നും ഇല്ല എന്നും മുതുകാടിനെ കുറച്ച് ഉപദേശിച്ച് നേരെ നടത്തണം, മാപ്പ് പറയിപ്പിക്കണം എന്നൊക്കെയാണ്. പിന്നെ ഒരു മെയിൻ കാര്യം, മുതുകാടിന് അറിഞ്ഞ് അങ്ങേരുടെ ശ്രമഫലമായി കിട്ടുന്ന ഈ സംഭാവനകൾ അയാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, അത് അയാൾക്ക് മാത്രമായി കൊടുക്കരുതെന്നും അത് മറ്റെല്ലാ ഭിന്നശേഷിക്കാരെ നോക്കുന്ന സ്ഥാപനങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്നും എന്നൊക്കെയാണ്. ഇതിൽ ഓർക്കേണ്ടതുണ്ട്. ഇതിൽ ഓർക്കേണ്ട അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസഫ് അലിയുടെ 1.5 കോടി ഒറ്റയ്ക്ക് മുതുകാട് മാത്രം എടുത്തു കളഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ മൂല അർത്ഥവും അതുതന്നെയാണ്. സാജൻ സക്രിയയുടെ മറുനാടനിൽ വന്ന ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാവുന്നതാണ്. കാരണം ഇതിനെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ മറ്റൊരാൾ കൂടി ഈ വിഷയത്തെപ്പറ്റി തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാജൻ സക്രിയ അതും തൻ്റെ വീഡിയോയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, കുറച്ച് വയ്യാത്ത കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മമാരെയും മിക്കവാറും വഴിയാധാരമാക്കി കഴിഞ്ഞ് ഈ പ്രശ്നം തീരുകയുള്ളൂ. പിന്നെ ഇങ്ങനെ ആരെയും ഒരു മനുഷ്യസ്നേഹി ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തുവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന് വേണ്ടെന്ന് വെച്ച് ഓടി മറ്റേതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും സംസ്ഥാനത്തോ നടത്തിക്കൊള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് മനസമാധാനത്തോടു കൂടി പറയും, ഓ എന്തൊരു മനസുഖം. ഇതാണ് ഇതിൻ്റെ അവസാനം ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സാജൻ സക്രിയയുടെ ബാലൻസ് വീഡിയോയുമായി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ രംഗത്ത് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.